നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ വാക്കും പഴയ ചാക്കും എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. അതായത് ഇതിനോടകം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതെന്തെന്നാൽ ഒരിക്കലും ഈ യുദ്ധം അനിശ്ചിതകാലത്തേക്ക് കൊണ്ടുപോകാൻ അമേരിക്ക താല്പര്യപ്പെടുന്നില്ല. ഇസ്രയേലുമായുള്ള പ്രശ്നങ്ങൾ ഇറാൻ ഒരിക്കലും അവസാനിപ്പിക്കാനും പോകുന്നില്ല. കാരണം അത്രയേറെ കൊടും ക്രൂരതകൾ ചെയ്തവരാണ് ഇസ്രയേലികൾ. ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെയുള്ള ഇറാന്റെ വിധിയെഴുത്തു കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇറാനിലല്ല റെജീം ചേഞ്ച് വേണ്ടത്, ഇസ്രയേലിലും അമേരിക്കയിലുമാണ് റെജീം ചേഞ്ച് വേണ്ടത് എന്ന് മുജ്തബ ഖമനി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ടെല്ലവീവിൽ അവർ തീമഴ പെയ്യിക്കുകയാണ്. മിസൈൽ ഒന്നിനു പിറകെ ഒന്നായി ടെല്ലവീവിലേക്ക് തൊടുത്തു വിട്ടിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം, ഇസ്രയേലിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അടച്ചിടേണ്ടി വരുന്ന അവസ്ഥ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ എന്തും നേരിടാൻ മനസ്സ് തയ്യാറാക്കി സജ്ജമായിരിക്കുകയാണ്. അവിടുത്തെ 9 കോടി ജനതയുടെ സ്വത്തും ജീവനും സുരക്ഷയും തന്നിൽ തന്നെയാണ് എന്ന ഉറപ്പോടു കൂടി തന്നെയാണ് പരമാധികാരിയായ മുജ്തബ ഖമനി ശക്തമായ വെല്ലുവിളി അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരേ സമയം ഉയർത്തുന്നത്. ഇതിനേക്കാൾ ഉപരിയായി സുരക്ഷാ സമിതിയിലെ 2 സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ റഷ്യയും ചൈനയും എടുക്കുന്ന നിലപാട് വളരെ വ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എണ്ണ ഊറ്റിയെടുത്ത് ഇറാനെ തകർക്കാനൊന്നും കഴിയില്ല. ഇറാഖിനെയും സദ്ദാം ഹുസൈനെയും തകർത്തതുപോലെ അതല്ലെങ്കിൽ ഫലഭൂയിഷ്ഠമായ എണ്ണപ്പാടങ്ങൾ ഓരോന്നായി പിടിച്ചെടുക്കാം, തിണ്ണമിടുക്കിലൂടെ പിടിച്ചെടുക്കാമെന്ന ട്രംപിൻ്റെ വലിയ തോതിലുള്ള മോഹങ്ങൾ തകർക്കപ്പെടുകയാണ്. റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനായ ഡൊണാൾഡ് ട്രംപ് എന്ന ബിസിനസ് മാഗ്നറ്റ് കം പൊളിറ്റീഷ്യൻ, പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ ഇവിടെ അടിയറവ് വയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. പുണ്യ റമദാൻ മാസത്തിൽ തന്നെ ആയത്തുള്ള അലി ഖമനിയെ വധിച്ചു എന്ന് അട്ടഹസിച്ച ഡൊണാൾഡ് ട്രംപിന് തിരിച്ചു കിട്ടിയിരിക്കുന്ന 8ന്റെ പണിയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതുകൊണ്ട് മാത്രം ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം ഗൾഫ് മേഖലയെ വരിഞ്ഞു മുറുകയാണ്. ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ജോലി നഷ്ടപ്പെട്ട് കൂട്ടപലായനത്തിലേക്ക് പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇറാനോട് അപേക്ഷിക്കുകയാണ് ഇതിനകത്ത് ഒരു നീക്കുപോക്കുണ്ടാകണം. എന്നാൽ ഇറാൻ പറയുന്നു, അത് നിങ്ങൾ അമേരിക്കയോടാണ് പറയേണ്ടത്. ഞങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടരുന്നിടത്തോളം കാലം ഞങ്ങൾ വെച്ചവസാനിപ്പിക്കില്ല എന്ന അന്ത്യ താക്കീത് കൂടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഇനി നേരെ നടുനിവർത്തി നിൽക്കണമെങ്കിൽ ഇറാൻ വിചാരിക്കണം. ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇറാൻ കൊണ്ടുപോയിരിക്കുകയാണ്. മുങ്ങിയാണെങ്കിൽ ഒരുമിച്ച് ഇറാനെ ഒറ്റയ്ക്ക് തകർത്ത് ഒരുത്തനെ സുഖിക്കണ്ട എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മുജ്തബ ഖമനി.